ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് കള്ളം എന്ന സിനിമയുടെ കാസ്റ്റ് ആണ്. വെൽക്കം. ഞാൻ ഫുൾ കള്ളം മാത്രമേ പറയൂ. സത്യം വളരെ കുറവാണ്. കള്ളം പറയാൻ ക്രിയേറ്റീവ് ആവാം, എന്തെങ്കിലും ഒക്കെ പുതിയത് ഇങ്ങനെ പറഞ്ഞു. സത്യം ഇസ് ബോറിംഗ്, സോ ഐ ഡോണ്ട് ലൈക്ക് ടെല്ലിംഗ് സോ മച്ച്. എന്നോട് ചോദിച്ചു, നിങ്ങൾ 1000 ബേബി ആണോ? ഞാൻ പറഞ്ഞു പറയാറായിട്ടില്ല. എനിക്കറിയാം, ഞാനൊരു ബേബിയാണ്. ഇല്ല, പറയാറായിട്ടില്ല. പണ്ടാണെങ്കിൽ 2 വർഷത്തിനിടയിൽ ഒരുപാട് സിനിമകൾ നമ്മൾ ചെയ്യും. ഇപ്പൊ അങ്ങനെയല്ലോ, ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്. ഒരുപാട് അല്ലേ, നമ്മൾ ഡ്രസ്സ് മാറുന്ന പോലെ ആൾക്കാർ മാറുന്നതെന്ന് പറയുന്ന പോലെ. യു കനോട്ട് എക്സ്പെക്ട്, ഐ ഫീൽ ആസ് ആൻ ആക്ടർ, നമുക്ക് ആഗ്രഹം ഇത് ചെയ്യാനോ അത് ചെയ്യാനൊക്കെ ആയിരിക്കും. പക്ഷെ സംടൈംസ് യുനോ ടു ഗെറ്റ് സീസൺഡ്, നമ്മളൊരു സീസൺഡ് ആക്ടർ ആവാൻ അല്ലെങ്കിൽ ഒന്ന് ഇവോൾവ് ആവാനൊക്കെ നമ്മൾ കിട്ടുന്നതൊക്കെ ചെയ്യേണ്ടി വരും. അതിൽ ചിലപ്പോൾ നമ്മുടെ ചോയ്സുകളിൽ പ്രശ്നങ്ങൾ വരും. കള്ളത്തിൻ്റെ റൈറ്റർ ഒരു ലേഡിയാണ്. അത് തന്നെയാണ് വലിയൊരു വിശേഷം, അല്ലെങ്കിൽ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം മലയാളം സിനിമയിൽ വളരെ കുറച്ച് ഫീമെയിൽ റൈറ്റേഴ്സേ ഉള്ളൂ. ആൻഡ് വളരെ രസകരമായ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ആര്യ ഭുവനേന്ദ്രൻ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് അത് തന്നെയാണ് ഞങ്ങളൊക്കെ ഈ സിനിമയുടെ ഭാഗമാകാനുള്ള ഒരു കാരണം. കള്ളം എന്ന് പറയുന്ന സിനിമയെ സംബന്ധിച്ച് കള്ളം അതിങ്ങനെ പ്രോഗ്രസ് ചെയ്യുന്നതോടു കൂടി കുറേ സത്യങ്ങൾ പുറത്തു വരുന്നു. ഹലോ എവ്രിവൺ, വെൽക്കം ടു സെല്ലുലൈ. അപ്പൊ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് കള്ളം എന്ന സിനിമയുടെ കാസ്റ്റ് ആണ്. വെൽക്കം. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. എന്തൊക്കെയുണ്ട് വിശേഷം? എനിക്ക് നല്ല വിശേഷം. സുഖാണോ? അതെ, വലിയൊരു വിശേഷം നടക്കാൻ പോകുന്നത്. സിനിമ ഇങ്ങനെ റിലീസിന് വരികയാണ്. അപ്പൊ നമ്മുടെ കള്ളത്തിന്റെ വിശേഷം നിങ്ങളോട് പങ്കുവെക്കാമോ? പിന്നെ കള്ളത്തിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനാണല്ലോ ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ ക്യാമിയോ എന്റർടൈൻമെന്റ്സ് ആണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കള്ളത്തിൻ്റെ റൈറ്റർ ഒരു ലേഡിയാണ്. അത് തന്നെയാണ് വലിയൊരു വിശേഷം, അല്ലെങ്കിൽ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം മലയാളം സിനിമയിൽ വളരെ കുറച്ച് ഫീമെയിൽ റൈറ്റേഴ്സേ ഉള്ളൂ. ആൻഡ് വളരെ രസകരമായ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ആര്യ ഭുവനേന്ദ്രൻ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് അത് തന്നെയാണ് ഞങ്ങളൊക്കെ ഈ സിനിമയുടെ ഭാഗമാകാനുള്ള ഒരു കാരണം. ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് അനുറാം എൻ്റെ സുഹൃത്താണ്. പേഴ്സണലി എനിക്ക് അനുറാമിനെ, ഞാൻ സിനിമയിൽ വരുന്ന ആ ഒരു സമയം 2012 ഒക്കെയാണ്. അപ്പോൾ ആ സമയം മുതലൊക്കെ എനിക്ക് അനുവിനെ അറിയാം. അപ്പോൾ നമ്മൾ ഒരു കൊച്ചു സിനിമ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് അനു എന്നെ വിളിക്കുന്നത്. നമുക്കൊരു പരിപാടി ചെയ്യാം, ഇങ്ങനെ ഇതാണ് ഇതിൻ്റെ കഥ എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് കഥ ഒരു 1 ലൈൻ പോലെ പറഞ്ഞു തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിൻ്റെ സ്ക്രിപ്റ്റ് റെഡി ആയെങ്കിൽ എനിക്കിത് വായിച്ചാൽ കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അത് അയച്ചു തന്നു. നമ്മൾ നോമ്പിൻ്റെ സമയത്താണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പോൾ മെമ്മറി അതുമായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല ചൂടൊക്കെ കൊണ്ട് നോമ്പ് പറ്റിരുന്ന സമയത്തായതുകൊണ്ടുള്ള ബുദ്ധിമുട്ട്, കഷ്ടപ്പാട് അല്ലേ ആ സമയല്ലേ? അതെ, ഇവർക്കൊന്നും നോമ്പില്ലേ, എനിക്കുണ്ടായിരുന്നു. അപ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ സമയമായിരുന്നു. പക്ഷെ വിതുരയിലാണ് ഷൂട്ട് ചെയ്തത്. അടിപൊളി ജനങ്ങളായിരുന്നു. ആൻഡ് ലൈക്ക് എല്ലാവരും ഭയങ്കര ലൈക്ക് നമ്മൾ പല വീടുകളിലൊക്കെ ഒരുപാട് ഷൂട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. സോ ജനങ്ങളൊക്കെ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. ആൻഡ് വളരെ കുറച്ച് ദിവസം കൊണ്ടാണ് ഷൂട്ട് ചെയ്തത്. എല്ലാവർക്കും നല്ല പ്രോമിനൻ്റ് ആയിട്ടുള്ള വേഷങ്ങളുണ്ട്. ഇവരൊക്കെ കള്ളം എന്ന് പറയുന്ന സിനിമയിൽ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള വേഷങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ്. ഞാനും. Nice to meet you. ക്യാരക്ടറിനെ പറ്റി ഇപ്പൊ പറയാറായിട്ടില്ല. ഫസ്റ്റ് ചോദ്യത്തിൽ തന്നെ എല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ചോദിക്കാനില്ല. നന്ദന, സവിത, എന്താ ഓൾമോസ്റ്റ് ഞാൻ വീശി പറഞ്ഞതാണ്, ഇവര് ബാക്കി പറയും. അതിൽ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ മെയിൻ സംഭവം ഇതിന്റെ തിരക്കഥാകൃത്ത് ഒരു ലേഡിയാണ്. മനോഹരമായിട്ടുള്ള ഒരു തിരക്കഥയാണ്. അപ്പോൾ എൻ്റെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഭയങ്കര സ്ട്രോങ് ആൻഡ് ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതുപോലെ തന്നെ ഇതിൽ കുറേയധികം സ്ട്രോങ് ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഫീമെയിൽ ഡോമിനേറ്റിംഗ് മൂവിയും അല്ല. അതുപോലെ തന്നെ എന്താ പറയുക, അത്രയും പ്രധാനം കൊടുക്കുന്ന മെയിൻ ക്യാരക്ടേഴ്സും ഇതുപോലെ തന്നെ. ഇപ്പം ആദിൽ, ജിയോ ബേബി സർ, കൈലാഷ് ചേട്ടൻ, അജാസ്, അങ്ങനെ കുറേയധികം ആൾക്കാരുള്ളൊരു മൂവിയാണ്. അപ്പം എൻ്റെ ഒരു ഭാഗ്യമാണ് ഇവരുടെ എല്ലാം കൂടെ ഒന്ന് ആക്ട് ചെയ്യാൻ പറ്റിയത്. നമ്മൾ അവരായിട്ടൊക്കെ നമ്മളായിട്ടുള്ളത് ഞാനിതൊന്നും കേട്ടിട്ടില്ല.
അത് മനസ്സ് മനസ്സ് വന്ന് ചുമ്മാ Seriously. പറയുന്നല്ലോ. ഒരിക്കലും അല്ല. വെരി വെരി സ്വീറ്റ്. എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു ആക്ച്വലി. നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഒരു വിശ്വാസം. പിന്നെ സമൂഹത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സമൂഹത്തിലെ കുറച്ച് ചർച്ച ചെയ്യപ്പെടേണ്ട കുറച്ച് കാര്യങ്ങൾ, ഒരു ആസ്പെക്റ്റിന്റെ 2 സൈഡും കാണിക്കുന്ന ഒരു മൂവിയാണ്. 13-ാം തീയതിയാണ് റിലീസ്. ബാക്കി നിങ്ങൾ കണ്ടിട്ട് വിലയിരുത്തണം എന്നുള്ളത് തന്നെയാണ്. നന്ദന ഇപ്പോഴിങ്ങനെ ചിരിച്ചിരിക്കുന്നുണ്ട്. അതെ, അങ്ങനെ തന്നെ, വേറെ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. 13th റിലീസ്. പിന്നെ ഈ സിനിമയിലെ എല്ലാ ക്യാരക്ടേഴ്സിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഒരു ക്യാരക്ടർ വന്നു പോകുന്ന അങ്ങനെയല്ല. ഓരോ കഥാപാത്രങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതയുണ്ട്. അങ്ങനെയാണ് അരിച്ചേച്ചി എഴുതിയിട്ടുള്ളത്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കൈൻഡ് ഓഫ് സിനിമ ആയിരിക്കും തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ഒരു ഫീമെയിൽ ആണെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ എനിക്ക് ഇവർ പറഞ്ഞതിൽ തോന്നിയത് ഇവരുടെ ക്യാരക്ടേഴ്സ് ഒക്കെ ഭയങ്കര ബോൾഡ് ക്യാരക്ടേഴ്സ് ആണ്. ഒരു ഫീമെയിൽ റൈറ്റർ അല്ലെങ്കിൽ ഫീമെയിൽ സ്ക്രിപ്റ്റ് റൈറ്റർ ആയതുകൊണ്ടാണ് ഒരു ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തെന്ന് തോന്നുന്നു. ഒരിക്കലും അല്ല. ഇത് ഞങ്ങൾ ആണുങ്ങളും സ്ത്രീകൾക്ക് വേഷങ്ങൾ തരുമ്പോൾ നല്ല ബോൾഡായിട്ടൊക്കെ എഴുതാറുണ്ട്. നമ്മൾ ഒരുപാട് there are so many writers who will write in that perspective. പക്ഷെ സാധാരണഗതിയിൽ ഐ ഫീൽ അധികം സ്ത്രീകൾ കഥാപാത്രങ്ങളെ എഴുതിയിട്ടൊന്നും കണ്ടിട്ടില്ല. ഞാൻ ആക്ച്വലി 2-3 അഭിനയിച്ചിട്ടുണ്ട്. ഐ ഹാവ് ബിൻ പാർട്ട് ഓഫ് ഫ്യൂ വർക്ക്സ് സ്ത്രീകൾ എഴുതിയിട്ടുള്ള. അപ്പം എനിക്കറിയാം അവരുടെ ക്യാരക്ടേഴ്സിൽ ഉള്ള ഒരു സംഭവങ്ങൾ പിന്നെ ഒരു സ്ത്രീക്ക് വേണ്ടി എഴുതുമ്പോൾ വേറെ ആസ്പെക്റ്റിലാണ് എഴുതുക, വേറെ ഒരു രീതിയിലാണ് എഴുതുക. പക്ഷെ അവർ പുരുഷന്മാർക്ക് വേണ്ടി എഴുതുമ്പോൾ അവർക്ക് അതറിയണമെന്നില്ല അല്ലേ. പക്ഷെ ഇവിടെ ആ ഒരു ബാലൻസ് സംഭവിച്ചിട്ടുണ്ട്. ആര്യ ഹാസ് ഡൺ ഗുഡ് ജോബ് വിത്ത് ദാറ്റ്. അതുപോലെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ പുരുഷന്മാർ സ്ത്രീകളെ പറ്റി എഴുതുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് ആ പെർസ്പെക്റ്റീവിൽ നിന്ന് എഴുതാൻ പറ്റും. അപ്പോൾ സ്ത്രീകൾ എഴുതുമ്പോഴുള്ള ഡിഫറൻസ് അത് കുറച്ച് നല്ല ക്യാരക്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് ഇതൊരു സ്ത്രീപക്ഷ സിനിമ ആവുന്നില്ല. എന്നാലും ഇതൊരു പുരുഷപക്ഷ സിനിമ ആവാനാണ് എന്നാലും സാധ്യത. അല്ല, ഞാനൊന്നും പറയുന്നില്ല. പക്ഷെ ഐ എം ജസ്റ്റ് സേയിങ് വിതൗട്ട് സേയിങ് ദാറ്റ് യുനോ അതിനാണ് കൂടുതലും സാധ്യത. അപ്പോൾ പക്ഷങ്ങളൊന്നും പിടിക്കുന്നില്ല ഇവിടെ. ലൈക്ക് ഒരു കഥ പറയുന്നു, വളരെ ഒരു കൊച്ചു സിനിമയാണ്, വളരെ പാഷനറ്റ് ആയിട്ടുള്ള ആൾക്കാർ, ഒരു വളരെ റീസണബിൾ ആൻഡ് എന്താ പറയുക പ്രാക്ടിക്കൽ ബഡ്ജറ്റിൽ ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. പക്ഷെ നമുക്ക് ഈ പറയുന്ന എക്സ് ഫാക്ടേഴ്സോ അല്ലെങ്കിൽ ഇത് ഞങ്ങൾക്ക് ഇങ്ങനെ മാർക്കറ്റ് ചെയ്യാം, അങ്ങനെ മാർക്കറ്റ് ചെയ്യാം, അങ്ങനത്തെ ഈ സിനിമയിൽ അങ്ങനത്തെ ഒന്നും മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സംഭവങ്ങളില്ല. അതർ ദാൻ അവർ സെൽസ് ആൻഡ് അവർ വേർഡ് ദാറ്റ് ഞങ്ങൾ ഇങ്ങനെ ഒരു സിനിമ ചെയ്തു. കൊച്ചു സിനിമയാണ്, പക്ഷെ നല്ല കഥയാണ്, കള്ളമാണ്, നമ്മൾ ഈ കാണുന്നതെല്ലാം കള്ളമാണ്, എല്ലാം മായ. വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഇപ്പൊ സ്ത്രീകൾ, ഇപ്പൊ പുരുഷന്മാർ സ്ത്രീകൾ എഴുതുമ്പോൾ കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ. ഒരു സ്ത്രീക്ക് ഒരു മെയിൽ ഓറിയന്റഡ് മൂവി ചെയ്യാൻ പറ്റുമോ, എഴുതാൻ പറ്റുന്നു? മാസ്പടം അതൊക്കെ ഇപ്പൊ എന്താ പറയുക, ഇപ്പൊ നമ്മള് വി ഹവ് ഓൾ, നമ്മുടെ പേരൻസിന്റെ ജനറേഷൻ, ഓൾസോ നമ്മുടെ ജനറേഷൻ വരെ ഇറ്റ് വാസ് മോർ ലൈക്ക് ഓക്കെ ഇങ്ങനെ ഒരു സ്ത്രീ പുരുഷൻ വ്യത്യാസം. നോബഡി ഈസ് ഈവൻ ഡിസ്കസിങ് ഓൾ ദിസ്. ഇത് നോർമൽ. ഈ സ്ത്രീ പുരുഷൻ എന്ന് പറയുന്ന ഇത് തന്നെ ഇപ്പോൾ ഇവിടെ ഇപ്പം നമ്മളിപ്പോൾ സിനിമയിലായതുകൊണ്ട് ഇതൊരു സ്ത്രീ റൈറ്റർ ആണെന്ന് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ എല്ലായിടത്തും ഇപ്പോൾ ഈക്വലി എല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ട്, സ്ത്രീകളും വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഐ ആം ഡൂയിങ് എ സീരീസ് വിത്ത് സോണി ലിവ്. അതിൻ്റെ ലൈക്ക് ആ സെറ്റിൽ മുഴുവൻ ലൈക്ക് 80-90% സ്ത്രീകളാണ്. സോ ഇൻഡസ്ട്രിയിലേക്ക് കുറേ പേര് വരുന്നുണ്ട് റിഗാർഡ്ലെസ് ഓഫ് ദ ജെൻഡർ, ആൻഡ് ദാറ്റ്സ് എ വെരി ഗുഡ് തിങ്. ആൻഡ് ഇനിയുള്ള, ഞാൻ പറഞ്ഞല്ലോ, ഈ നമ്മുടെ ഈ ജനറേഷൻ, നമ്മുടെ കഴിഞ്ഞ ജനറേഷൻ കഴിഞ്ഞ് ഇനിയുള്ള ജനറേഷൻ ദേ ഡോണ്ട് ഈവൻ കെയർ. അവരൊന്നും ആരും ഈ പക്ഷം പിടിക്കുന്നതോ ദേ ആർ നോട്ട് ഈവൻ ഗോണ ഡിസ്കസ് ഓൾ ദിസ്. നമ്മൾ ഈ എന്താ പറയുക വസന്ത ജനറേഷനും കൂടെ അങ്ങനെയാണെങ്കിൽ പോലും പലപ്പോഴും ഡിസ്കഷൻ വരുന്നുണ്ട് ഇക്വാലിറ്റി ബേസ് ചെയ്തിട്ട് സ്ത്രീക്ക്. അത് പിന്നെ എല്ലാ ദിവസവും എന്തെങ്കിലും വാർത്ത വരുമല്ലോ, അപ്പൊ എന്തായാലും ഡിസ്കഷൻ എപ്പോഴും നടന്നുകൊണ്ടേയിരിക്കും. ആ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു ഹൈറാർക്കി സിസ്റ്റം ഇപ്പോഴും ഈ ജനറേഷൻ മാറിയിട്ടും ഹോളിവുഡിൽ ഉണ്ട് എന്ന് തോന്നുന്നു. ഹൈറാർക്കി സിസ്റ്റം ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഓഫീസുകളിലുണ്ട്, സ്കൂളുകളിലുണ്ട്, മലയാള സിനിമയിലുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു ഹൈറാർക്കി സിസ്റ്റം കൊണ്ട് എന്തെങ്കിലും ചാൻസോ അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുന്ന ഒരു ഫീലിംഗ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? അങ്ങനത്തെ
എന്താണ് പറഞ്ഞോ? ഇല്ല, ഞാൻ നേരത്തെ ആൻസർ ചെയ്തതാന്ന് തോന്നുന്നു. ഇത് അവരുടെ പ്രൊഡ്യൂസറിന്റെ ചോദ്യം. അല്ലേ? എന്നാലും എന്താ ഇല്ല, തോന്നുന്നത്? അങ്ങനെ ഇപ്പൊ ഞാൻ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് 2ാമത്തെ വർഷം ആവാൻ പോകുന്നതേ ഉള്ളൂ. അത് വലിയൊരു കാലയളവാണ് തീർച്ചയായിട്ടും. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ അങ്ങനെ വലിയൊരു കാലയളവല്ല. പണ്ടാണെങ്കിൽ 2 വർഷത്തിനിടയിൽ ഒരുപാട് സിനിമകൾ നമ്മൾ ചെയ്യും. ഇപ്പൊ അങ്ങനെയല്ലോ, ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്. ഒരുപാട് അല്ലെ, നമ്മുടെ ഡ്രസ്സ് മാറുന്ന പോലെ ആൾക്കാർ മാറുന്നതെന്ന് പറയുന്ന പോലെ കുറെ സിനിമയിൽ ഒരുപാട് ആൾക്കാർ വന്ന് പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ ഭയങ്കര ഇവരൊക്കെ പറയുന്ന പോലെ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടർ ആയിട്ടില്ല ഞാൻ. പക്ഷെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ഞാൻ ഇതുവരെ ചെയ്ത പടങ്ങളിലൊക്കെ എനിക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എല്ലാവരും നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു, നല്ല രീതിയിൽ മുന്നോട്ട് പോയ സെറ്റ്സ് ആയിരുന്നു. എനിക്കങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല. ഞാനും ജസ്റ്റ് ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ആങ്കറിങ് സെലിബ്രിറ്റി ഇൻ്റർവ്യൂസ് ത്രൂ തന്നെ. അപ്പോൾ അത് ത്രൂ ആണ് ഫസ്റ്റ് ഒരു വാമനൻ എന്നിട്ടൊരു മൂവിയിലേക്ക് ഒരു ചാൻസ് കിട്ടുന്നത്. അപ്പോൾ അത് ഭയങ്കര അവിചാരിതമായിട്ടാണ് മൂവിയിലേക്ക് വരുന്നതും. എനിക്കും ഇപ്പോൾ പറഞ്ഞതുപോലെ അങ്ങനത്തെ ഒരു ഡിസ്ക്രിമിനേഷൻ അങ്ങനത്തെ ഒരു സംഭവം തോന്നിയിട്ടില്ല. ഇപ്പോൾ ഈ ഒരു മൂവിയിലേക്കും അനുരാമേട്ടനാണ് കഴിഞ്ഞ ക്വീൻ എലിസബത്തിൻ്റെ അത് കണ്ടതിന് ശേഷമാണ് വിളിച്ചത്. ഇവിടെയും എല്ലാവരും പരസ്പരം നല്ല സപ്പോർട്ട്. ഇപ്പൊ ഇത് അതിൽ പറഞ്ഞതുപോലെ തന്നെ ഈ സ്ത്രീ പുരുഷ ഡിസ്ക്രിമിനേഷൻ ഓക്കെ, അത് ചർച്ച നടന്നുകൊണ്ടിരിക്കുമായിരിക്കും. പക്ഷെ എല്ലായിടത്തും എല്ലാവർക്കും ഒരു ഈക്വാലിറ്റിയും കാര്യങ്ങളും ഇറ്റ്സ് എ നോർമൽ തിങ്. അതിൽ ഇവരെക്കാളും എക്സ്പീരിയൻസ് അതിലാണ്. So what's your opinion about this hierarchy system? നമുക്ക് ബ്രേക്ക് ചെയ്യാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? The hierarchy is going to be there. Like ഞാനൊരു ഒപ്പീനിയൻ പറഞ്ഞാലും ഇല്ലെങ്കിലും ഹയറാർക്കി വിൽ ബി ദർ. കറക്റ്റ്. അപ്പോൾ ഇതിൽ ഡിസിഷൻ എടുക്കുന്നവരുണ്ടാവും, ഡിസിഷൻ എടുക്കാത്തവരുണ്ടാവും. അതൊരു സൈഡിൽ നടക്കും. ആൻഡ് യു വിൽ ഹിയർ സ്റ്റോറീസ് അബൌട്ട് ഇറ്റ് ഓൾസോ. ഇപ്പം ഞാനത് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് നടക്കാതിരിക്കില്ല, പറഞ്ഞില്ല എന്നുള്ളത് നടക്കും എന്നുമില്ല. ഇറ്റ്സ് ഗോയിങ് ടു ബി ദർ. അത് എല്ലാ ഫീൽഡിലും ഇങ്ങനത്തെ ഡിസിഷൻ മേക്കേഴ്സ് ഉണ്ടാവും. മറ്റുള്ളവൻ്റെ കഞ്ഞിയിൽ പാറ്റിയിടാം എന്നുള്ള ഒരു അതോറിറ്റി വിചാരിച്ച് വർക്ക് ചെയ്യുന്നവരുണ്ടാവും. അങ്ങനത്തെ സംഭവങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഐ ഡോണ്ട് വോണ്ട് ടു പിക്കപ്പ് നെയിംസ്, പക്ഷേ ദാറ്റ് ഇസ് ദെയർ. പക്ഷേ എന്ന് കരുതി എല്ലാവരുടെയും അന്നം മുടക്കാൻ നടക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ട്രൂ. കറക്റ്റ്. നമ്മൾ ഒരു ജേർണിയാണ്. സോ വെൻ യു കീപ് ആക്ടിങ്, നമ്മൾ ഏതെങ്കിലുമൊക്കെ പ്രോജക്റ്റിൻ്റെ ഭാഗമാവും. ആൻഡ് ഇഫ് ദാറ്റ് പ്രോജക്റ്റ് വർക്ക്സ് യു വിൽ ഡു ഗുഡ്. ഇതൊരു പ്രോസസ്സ്. ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് സക്സസ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ പ്ലേസ് ടു റീച്ച്, ഇറ്റ്സ് എ ജേർണി. സോ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആരും, ഞാൻ ഇവരിനിയും ഒരുപാട് വർഷങ്ങൾ സിനിമയിൽ ഉണ്ടാവട്ടെ. അപ്പോൾ അവർക്ക് ഓരോ പ്രാവശ്യം ഓരോ അനുഭവങ്ങളുണ്ടാവും. ആൻഡ് അത് അവരുടെ മാത്രം അനുഭവമായിരിക്കും. അത് വെച്ചിട്ട് നമുക്ക് സിനിമയെ കംപ്ലീറ്റ് ആയിട്ട് ജനറലൈസ് ചെയ്യാനും പറ്റില്ല. കറക്റ്റ്. അപ്പോൾ ഐ കാൺ ഫോം എൻ ഒപ്പീനിയൻ ബിക്കോസ് ഇങ്ങനെ അത് മാത്രം വെച്ചിട്ട് പറ്റില്ല. അതാണ് പ്രശ്നം. റൈറ്റ്. ഓക്കെ. സോ നമ്മൾ ഈ സിനിമയിലോട്ട് വരികയാണെങ്കിൽ കള്ളം എന്ന് പറയുമ്പോൾ തന്നെ കുറെ കള്ളങ്ങളും സത്യങ്ങളൊക്കെ ഒളിഞ്ഞിരിക്കുന്ന പോലെ തോന്നുന്നു. കള്ളം എന്ന് പറയുമ്പോൾ അതെ, സത്യങ്ങളില്ല അവിടെ, വെറും കള്ളം മാത്രം, ഒരു മായം മാത്രം. അപ്പൊ നിങ്ങൾ എങ്ങനെ ലൈഫിൽ ശരിക്കും കള്ളം പറയുന്ന ആൾക്കാരോട് സത്യം മാത്രം പറയുന്നത്? ഞാൻ ഫുൾ കള്ളം മാത്രമേ പറയൂ. സത്യം വളരെ കുറവാണ്. അതെന്താ? കള്ളം പറയാനാകുമ്പോൾ ക്രിയേറ്റീവ് ആവാം, എന്തെങ്കിലുമൊക്കെ പുതിയത് ഇങ്ങനെ പറഞ്ഞു. സത്യം ഇസ് ബോറിംഗ്, സോ ഐ ഡോണ്ട് ലൈക്ക് ടെല്ലിംഗ് സോ മച്ച്. ഇന്ന് മുതലൊന്ന് മാറിയാണ് ക്രിയേറ്റീവ് നന്നായിട്ട് കൺവിൻസ് അത് ഓൾറെഡി സുരേഷ് പുതിയത് തരല്ലേ. അല്ല, സത്യമായിട്ട് വിശ്വസിച്ചോ? അല്ല, നമ്മള് കള്ളം ചില സമയത്ത് നല്ലതിന് വേണ്ടിയിട്ട് കള്ളം പറയേണ്ട കാര്യങ്ങളുണ്ടാവും. അവിടെ കള്ളം പറയാറുണ്ട്. അതെ, ഈ ആക്ച്വലി അങ്ങനത്തെ കള്ളങ്ങളില്ലേ, ഒരാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ ചിലപ്പോ പറയില്ലേ. ചിലപ്പോ ഒരാള് വരൂല, അവള് അവള് വരൂലേ, വരും ആള് വരും, നമുക്കറിയാം വരൂല, പക്ഷെ ഒരിത്തിരി പ്രതീക്ഷ കൊടുക്കും. അതെ, അങ്ങനെയൊക്കെയുള്ള കള്ളങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. നമ്മുടെ മാറി വരുന്ന ഓഡിയൻസിന് പിടിച്ചിരുത്താൻ ഭയങ്കര പാടാണ്. അപ്പൊ അങ്ങനെ ഒരു ഹുക്ക് നമ്മുടെ ഈ മൂവിക്ക് നൽകാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ? ഒരുത്തനെ പിടിച്ചിരുത്തി സിനിമ കാണിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഈ സിനിമയിൽ ചില സസ്പെൻസ് പോയിന്റുകളുണ്ട്. ആൻഡ്
ആൾക്കാർക്ക് ഹുക്കായി കഴിഞ്ഞാൽ ആൾക്കാർ ഇരിക്കണം എന്ന് ഞങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കാനേ പറ്റൂ. ആൻഡ് അതാണ് ഞങ്ങളുടെ ആഗ്രഹം. കാരണം കള്ളം എന്ന് പറയുന്ന സിനിമയെ സംബന്ധിച്ച് കള്ളം അതിങ്ങനെ പ്രോഗ്രസ് ചെയ്യുന്നതോടു കൂടി കുറേ സത്യങ്ങൾ പുറത്തു വരുന്നത്, ലൈക്ക് യുനോ അൺറേവൽ ആവും ഓരോ മിസ്റ്ററിയും. അത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ആൾക്കാർ പിടിച്ചിരിക്കുമെന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. അതിലാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര നോട്ടബിൾ ആയിട്ട് നമ്മുടെ 1000 BB സീരീസ് അങ്ങനെ അതൊരു ത്രില്ലറാണല്ലോ. അത് റിലീസ് ആയതിനു ശേഷം നിങ്ങളൊന്നും കാണാൻ പറ്റിയിട്ടില്ല. സന്തോഷം. ഭയങ്കര ബിസി. നമുക്കൊരു മെസ്സേജ് അയച്ചാൽ Your character was pretty much superb ആയിരുന്നു. പറയാണ്ടിരിക്കാൻ ഒന്ന് കേട്ടോളൂ. താങ്ക് യു സോ മച്ച്. ആൻഡ് എനിക്ക് ആ സീരീസ് കണ്ടപ്പോൾ തോന്നിയ ഒരു കാര്യമാണ്, നിങ്ങൾ സ്ക്രിപ്റ്റ് ഒബ്വിയസ്ലി ഞങ്ങൾക്ക് ആ സീരീസ് കണ്ടപ്പോ എനിക്ക് ആ പേടി ഉണ്ടായിരുന്നു. നമുക്കൊരു ട്രോമ തരുന്നൊരു ഫീൽ അതാണല്ലോ ആ വാർത്ത. അത്തരം ആ പോലീസുകാർ മാത്രം സീക്രട്ടീവ് ആയിട്ട് വെച്ചത് ബിക്കോസ് അങ്ങനത്തെ ഒരു വാർത്തയല്ലേ അത്. ഭയങ്കര ഒരു ഔട്ട് ബ്രേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതിൽ കഥ കേട്ടപ്പോ എന്താ തോന്നിയത്? കഥ കേട്ടപ്പോ ഫിലിമെന്റ് അടിച്ചു പോയി. ഞാൻ ഇത് സീരീസ് കണ്ടപ്പോ എനിക്ക് ഇരിക്കുന്നത് അപ്പൊ ആക്ച്വലി കഥ കേട്ടപ്പോ നമുക്ക് ഇത് ഞങ്ങള് ഈ ഇൻവെസ്റ്റിഗേഷൻ ഇതായതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ കഥ പറഞ്ഞു തരും. ബാക്കി അധികം ആൾക്കാർക്കും കഥ അറിയില്ല. സഞ്ജുവിന് ഉൾപ്പെടെ കംപ്ലീറ്റ് ആയിട്ട് ചില ഏരിയകൾ അറിയില്ല. അപ്പം ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അറിയാം. അപ്പോൾ അത് ഭയങ്കര അതായത് നമ്മൾ ഇത് അഭിനയിക്കുന്നതിന് മുമ്പ് തന്നെ ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാം, ചിലത് അറിയില്ല. നജീമിക്ക് അങ്ങനെ അത് ബാലൻസ് ചെയ്തു. പക്ഷെ ഇത് ഫസ്റ്റ് ആ കോൺസെപ്റ്റ് ഇല്ലേ, അതായത് ഹോൾ നീന ഗുപ്ത ആ മൊമെന്റ്, സാറാമച്ചിയുടെ ആ ആക്ടിവിറ്റി, ആ ക്രൈം, അത് കേട്ടപ്പോൾ തന്നെ വി വർ ലൈക്ക് സോ ഞാൻ ആക്ച്വലി ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഐ എം ഡൂയിങ് ദിസ്. അപ്പൊ നിങ്ങളുടെ ക്യാരക്ടർ ഞാൻ പറഞ്ഞില്ല, ഇറ്റ്സ് ഓക്കെ, ഐ എം ഡൂയിങ് ബിക്കോസ് യു നോ ഐ വാസ് സോ എക്സൈറ്റഡ് അബൌട്ട് ദ ഹോൾ പരിപാടി. നമ്മൾ എന്താണെന്ന് അറിയാം, നമ്മൾ ആസ് ആക്ടേഴ്സ് യു ഡോണ്ട് വാണ്ട് ടു ബി ഓൺലി ഡൂയിങ് നിങ്ങൾക്ക് ആക്ടിങ് സാധ്യതയുള്ള സാധനം. അങ്ങനെ ഇതിനേക്കാളും ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് വിൽ ബി ടു ഡു സംതിങ് കളക്റ്റീവ്. എല്ലാവരും കൂടെ പുൾ ഓഫ് ചെയ്തിട്ട് ഒരു സംഭവം ഇഫ് ഇറ്റ് ക്യാൻ വർക്ക്. അങ്ങനെയാണ് 1000 BBs. അല്ല, ഞാൻ പറയുന്നത് നമുക്കൊക്കെ സന്തോഷം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനായിക്കോട്ടെ, സഞ്ജു ആയിക്കോട്ടെ, മനു, സോ മെനി പീപ്പിൾ, നമ്മളെ ഡെയിൻ, ഒരുപാട് പേരുണ്ട് അതിൽ. യുനോ വി ഗോട്ട് ദാറ്റ് ഓപ്പർച്യൂണിറ്റി ബിക്കോസ് വി ബിലീവ്ഡ് ഇൻ ദ പ്രോജക്റ്റ്. ആൻഡ് എല്ലാവർക്കും നല്ല ഒപ്പീനിയനും ഉണ്ട്, എല്ലാവരെ പറ്റിയും നല്ല ഒപ്പീനിയൻ ഉണ്ട്. സോ ദാറ്റ്സ് എ ഗുഡ് തിങ്. എല്ലാരും വെയിറ്റ് ചെയ്യുന്നതാണ് ഇതിന്റെ സെക്കൻഡ് സീസൺ. ഞാനിങ്ങനെ ഷൂട്ട് ഗണ്ണൊക്കെ പോയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വൻ പരിപാടികളാണ് എന്നുള്ളത് മാത്രം അറിയാം. അല്ലാതെ കൂടുതലായിട്ട് അല്ലല്ല, ചുമ്മാ കണ്ടിരിക്കുന്നുള്ളൂ. കാര്യം ഭയങ്കര നിങ്ങളെ ഞെട്ടിപ്പിക്കുന്ന കാര്യം ഉറപ്പായിട്ടും സെക്കൻഡ് സീസൺ വിൽ ബി ഗുഡ്. ഡിസ്കഷൻസ് ആക്ച്വലി സെക്കൻഡ് സീസൺ ഉണ്ടാവും എന്നുള്ളൊരു ഡിസിഷൻ അവരെടുത്തിട്ടുണ്ട്. പക്ഷെ ഇറ്റ്സ് ഗോണ ടേക്ക് ടൈം. കാരണം നമ്മുടെ നജീമിക്കൊക്കെ മൂവി കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്, അവർ ചെയ്യാനുള്ള കൊണ്ടുവരണ്ടേ. അപ്പൊ കുറച്ച് സമയം എടുത്തിട്ട് വന്നാലായിരിക്കും നല്ലത്. അതാണ് കുറെ ക്വസ്റ്റ്യൻ മാർക്കാണ് ഇന്ന് കണ്ടപ്പോ ഞാൻ അതെ, പിന്നെ എന്തായാലും വരും. സെക്കൻഡ് സീസൺ എന്തായാലും ഉണ്ടോ? ഈ ഒരു സീരീസ് ആൾക്കാർ ചോദിച്ചോ ക്യാരക്ടറിനെ പറ്റിട്ട്? എന്നോട് ചോദിച്ചു, നിങ്ങള് 1000 BB ആണോ? ഞാൻ പറഞ്ഞു പറയാറായിട്ടില്ല. എനിക്കറിയാം, ഞാനൊരു ബേബിയാണ്. ഇല്ല, പറയാറായിട്ടില്ല. ഇല്ല, ഞാനും ഒരു ബേബി ആണെന്ന് ചോദിച്ചു. നിങ്ങൾക്ക് ഗസ് ചെയ്യാം, സെക്കൻഡ് സീസൺ വന്നിട്ടില്ലല്ലോ. അങ്ങനെ ഒന്നും മനസ്സിലായില്ല. എനിക്ക് ഭയങ്കര സാധന സെറ്റിൽ ഇങ്ങനെ തന്നെയായിരുന്നു. ഭയങ്കര ഉരുളക്കുപ്പേരി എന്നൊക്കെ പറയില്ലേ, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞോണ്ട്. അയ്യോ, അത് ഞാൻ പറഞ്ഞത്, അത് നേരത്തെ എന്നോട് പറഞ്ഞതാണ്. അതിന്റെ നമ്മുടെ ഡീഫോ ഡാൻസ് ക്രഷ് ഉണ്ടായിരുന്നു. വലിയ ക്രഷ്, ചെറിയൊരു ഇഷ്ടം. അതോടെ പോയി. എല്ലാരോടും തോന്നുന്നതാ ഞാൻ ഓരോ ദിവസം ഒരാഴ്ച അതുകൊണ്ട് പ്രേമിക്കാൻ ആൾക്ക് സമയം കിട്ടിയില്ല.
ഭയങ്കര അല്ല, അത് മാത്രമല്ല, പ്രേമിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒരു സൈഡിൽ പോലീസും ഉണ്ടായിരുന്നു, ഒരു സൈഡിൽ നന്ദനയുടെ അമ്മ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അങ്ങനെ വിടൂല രണ്ടും കൂടി ഒന്ന് ടീച്ചറുമാണ്, ഒന്ന് പോലീസുകാരനും. നമ്മൾ ആ ഏരിയയിലേക്ക് പോയിട്ടില്ല, പോവാൻ പാടില്ല. പിന്നെ നമ്മുടെ മലയാളം മൂവീസിന് ഒരുപാട് എക്സ്പെരിമെന്റൽ മൂവീസ് വരുന്നുണ്ട്. പക്ഷെ അതിനനുസരിച്ചിട്ട് ഓഡിയൻസിന് ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പൊ ആ ചേഞ്ചിങ് പാറ്റേൺ ഓഫ് ഓഡിയൻസിനെ എങ്ങനെ നോക്കി കാണണം നിങ്ങൾ? വളരെ ഭയത്തോടെ അല്ലേ നോക്കി ഭയങ്കര ഭയത്തോടെയാണ് നോക്കി കാണുന്നത്. കാരണം ഈ പ്ലോട്ട് മാറുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, കഥകൾ മാറുന്നുണ്ട്, അതിനേക്കാൾ പെട്ടെന്നാണ് ഓഡിയൻസ് മാറുന്നത്. അതുകൊണ്ട് വളരെ ഭയത്തോടെയാണ് നോക്കി കാണുന്നത്. ഞാൻ മാത്രമല്ല, ഇവൻ എഴുത്തുകാരും സംവിധായകരും ഒക്കെ അങ്ങനെ തന്നെ ആവുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ആ ഒരു ഫാക്ടർ നിങ്ങൾ ഈ സ്ക്രിപ്റ്റ് സെലക്ഷന്റെ സമയത്ത് നോട്ട് ചെയ്യാറുണ്ടോ? ലൈക്ക് ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യോ ഇല്ലയോ എന്നൊരു ഫാക്ടർ അത് വെച്ചിട്ടാണ് സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യാറ്? ആക്ച്വലി കളക്റ്റീവായിട്ട് ആൾക്കാർക്ക് ഇഷ്ടാവോ, എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്നുള്ളതൊന്ന് ആലോചിക്കും. കാരണം ഒരു സിനിമയ്ക്ക് എന്തെങ്കിലും ഒരു പേർപ്പസ് വേണ്ടേ. അപ്പോൾ വിൽ തിങ്ക് അത് ഇഷ്ടാവോ, അങ്ങനെ ആലോചിക്കുള്ളൂ. അല്ലാതെ ഇപ്പോൾ ആലോചിക്കണമെങ്കിൽ ആഴ്ചയിൽ 10 സ്ക്രിപ്റ്റോളം വരുന്ന സൂപ്പർ സ്റ്റാറുകളാണെങ്കിൽ അങ്ങനെയൊക്കെ ആലോചിക്കും. നമുക്കല്ലെങ്കിൽ വി കൻ ഓൺലി ചൂസ് ഫ്രം വാട്ട് വി ഗെറ്റ്. നമുക്ക് കിട്ടുന്ന കുറച്ച് സംഭവങ്ങൾ, കുറച്ച് പ്രോജക്ട്സ് വിൽ ചൂസ്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ സെൻസിബിൾ ആയിട്ടുള്ള പടങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. പിന്നെ ഒരു മൂവി ആക്ടേഴ്സിന് ഒബ്വിയസ്ലി ആക്ടിംഗ് എന്ന് പറയുന്നത് പാഷനേക്കാളും ജോബും കൂടിയാണല്ലോ. സോ വാട്ട് ആർ യു ഗിവിംഗ് മോർ ഇമ്പോർട്ടൻസ് ടു? പാഷനാണോ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക, ജോബിനാണോ ഇമ്പോർട്ടൻസ് കൊടുക്കുക? ലൈക്ക് ആക്ടിംഗ് എന്ന് പറയുന്നത് ജോബ് മാത്രമായിട്ട് കാണുന്ന ഒരു സിറ്റുവേഷൻ ആണ്. വന്നപ്പോ പാഷനായിരുന്നു, അതാണ് അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കില്ല. ഇപ്പൊ ഒരു പാഷനാണ് ആക്ച്വലി, കുറച്ച് കഴിഞ്ഞാൽ അത് ജോബാണ്. ഇപ്പൊ ഇതിന്റെ ഒരു പാഷൻ ആയിട്ടാണ് ഇനിയിപ്പോ ഇത് സ്റ്റാർട്ട് ചെയ്ത് പറയുന്നത്. അവിചാരിതമായിട്ടാണ് മൂവിയിലേക്ക് വന്നതും. ഇതൊരു പാഷൻ എന്നുള്ള രീതിയിൽ നല്ലത് വരുമ്പോൾ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തോടെയാണ്. അങ്ങനെയാണ് ഇതിൽ ഭാര്യയും അനിരാമേട്ടും വിളിച്ചപ്പോൾ നല്ലൊരു ക്യാരക്ടർ ഒന്ന് ചെയ്യണം എന്നുവെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള സ്ട്രോങ് ക്യാരക്ടർ, നല്ല നല്ല ക്യാരക്ടേഴ്സ് വരുമ്പോൾ ചെയ്യാൻ. അപ്പൊ ഇനി അടുത്തത് നല്ലത് ഇതുപോലെ കിട്ടുകയാണെങ്കിൽ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പൊ ജോബ് ആണോ? ഇപ്പൊ ജോബല്ല, ഇപ്പൊ ഇതൊരു പാഷനാണ്. അല്ല, എനിക്ക് സ്റ്റാർട്ടഡ് ഓഫ് ആസ് പാഷൻ, പക്ഷെ ഇപ്പൊ ദിസ് ഈസ് മൈ ജോബ്. ഈ ജോബ് എന്ന് പറയുന്ന ആ ഒരു റീസൺ കൊണ്ട് പലപ്പോഴും എടുക്കുന്ന ക്യാരക്ടേഴ്സിന് ഡെപ്തോ അല്ലെങ്കിൽ ആ ഒരു ജോബിന്റെ സെൻസിൽ മാത്രം നിങ്ങൾ നോക്കി കാണാറുണ്ട്? ഓൾവേസ് യു കനോട്ട് എക്സ്പെക്ട്, ഐ ഫീൽ ആസ് എൻ ആക്ടർ, നമുക്ക് ആഗ്രഹം ഇത് ചെയ്യാനോ അത് ചെയ്യാനൊക്കെ ആയിരിക്കും. പക്ഷെ സംടൈംസ് ടു ഗെറ്റ് സീസൺഡ്, നമ്മളൊരു സീസൺഡ് ആക്ടർ ആവാൻ അല്ലെങ്കിൽ ഒന്ന് ഇവോൾവ് ആവാനൊക്കെ നമ്മൾ കിട്ടുന്നതൊക്കെ ചെയ്യേണ്ടി വരും. അതിൽ ചിലപ്പോൾ നമ്മുടെ ചോയ്സുകളിൽ പ്രശ്നങ്ങൾ വരും. പക്ഷെ ദാറ്റ് ഇസ് നോട്ട് ദി എൻഡ് ഓഫ് ദ വേൾഡ്. ദാറ്റ് ഇസ് നോട്ട് ദി എൻഡ് ഓഫ് ദ വേൾഡ്. കാരണം മൊമെന്ററി ആണ്, ഇറ്റ്സ് വർക്ക്. എൻഡ് ഓഫ് ദ ഡേ ദർ ഇസ് എ ക്യാമറ, ദർ ഇസ് സംബഡി, ഒരു കഥ പറഞ്ഞു തരുന്നു, ഒരു സംവിധായകനുണ്ട്. അപ്പം നമ്മൾ ആ സ്ഥലത്ത് പോയി അത് എക്സ്പീരിയൻസ് ചെയ്യുക. അതിൻ്റെ ഔട്ട്കം ഒക്കെ ഐ തിങ്ക് എൻ്റെ ആ പ്രായത്തിലും ഐ വാസ് ഓൺലി തിങ്കിങ്, ഇതിപ്പോൾ ഞാൻ ഇതിനെ പറ്റിയൊക്കെ ആലോചിക്കണോ, എനിക്കിതിനെ പറ്റിയിട്ടൊക്കെ അറിയേണ്ട ആവശ്യമുണ്ടോ? ഐ റിയലി ലൈക്ക് ആക്ടിങ്, അപ്പം ഐ വിൽ ഡു ഫിലിംസ് വിച്ച് ഐ ലൈക്ക്, അല്ലെങ്കിൽ വരുന്നത് ചെയ്യുക. ഞാൻ അങ്ങനെ സിനിമകൾ ചെയ്തിട്ടുള്ളൂ. വിച്ച് ഇസ് വൈ യു ഹവൻ സീൻ മീ വലിയ ആക്ടേഴ്സിൻ്റെ പടങ്ങളിലോ അല്ലെങ്കിൽ വലിയ പ്രൊഡക്ഷൻ പടങ്ങളിലോ ഒന്നും ഐ ഹാവ് നോട്ട് ബിൻ എ പാർട്ട്. ബിക്കോസ് ഞാൻ എനിക്ക് വന്ന ഓപ്പർച്യൂണിറ്റീസുകളിൽ അത് എക്സ്പ്ലോർ ചെയ്തിട്ടേ ഉള്ളൂ. ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ ഒരു ജോബായി മാറി. ബിക്കോസ് യു വർക്കിംഗ്. ഇപ്പോൾ നമുക്ക് അറിയാം എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് ഒരു പരിപാടീനെ, കറക്റ്റ്? അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ പാഷൻ കുറഞ്ഞു എന്നല്ല കേട്ടോ. നമുക്ക് ആ പാഷൻ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഫീൽഡിൽ നിൽക്കുന്നത്. ഐ സ്റ്റഡീഡ് സംതിങ് എൽസ്, ജോലി ചെയ്തത് വേറെ എന്തോ ആണ്. പക്ഷേ ഇതിനോടാണ് നമുക്ക് ഏറ്റവും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളത്. അപ്പം ഇറ്റ്സ് ഓൾസോ, എനിക്ക് തോന്നുന്നു ആക്ടേഴ്സൊക്കെ ഇറ്റ്സ് ഓൾസോ ദെയർ പാഷൻ ആൻഡ് ഇറ്റ്സ് ഓൾസോ ദെയർ ജോബ്. രണ്ടുമായിരിക്കും. നല്ലൊരിക്കും അങ്ങനെ കേട്ടാറ് ഞാൻ, ലൈക്ക് പാഷനെ കൊണ്ടാണ് വന്നത്, ഡാൻസ് ഇഷ്ടമാണ്. അതെ, പാഷൻ തന്നെയാണ് തീർച്ചയായിട്ടും. പിന്നെ ജോബിലേക്ക് ഇപ്പോഴേ ആ ഒരു ഇത് തിങ്ക് ചെയ്യാനായോ എന്നുള്ളത് എനിക്കൊരു കൺഫ്യൂഷനാണ്. നന്ദിനിക്ക് ശോഭന മാമിനെ പോലെയൊക്കെ ആവണം, അങ്ങനെയായിരുന്നു. അങ്ങനെ തന്നെ മണിച്ചിത്രത്താഴൊക്കെ എൻ്റെ ഫേവറേറ്റ് മൂവിയാണ്. അപ്പോൾ അത് കാണുമ്പോൾ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റണം എന്ന്, ഡാൻസ് കുറച്ച് ഇഷ്ടമുള്ള ആളായതുകൊണ്ട് കൂടി
അങ്ങനെയുള്ള കഥാപാത്രങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ട്. അത് പാഷന്റെ പുറത്ത് തന്നെയാണ്. ജോബായിട്ട് ഐ ഡോണ്ട് നോ അങ്ങനെ ഒരു സ്ഥലത്ത് ഞാൻ എത്തിയോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ കാണാൻ പറ്റും കോൺഫിഡൻസ് അല്ലേ? അല്ല അതല്ല, യു ലുക്ക് അറ്റ് ഇറ്റ് ലൈക്ക് ജോബ് ആവുമല്ലോ. ആവണമെന്ന് പ്രാർത്ഥനയുണ്ട്. Be positive, അങ്ങനെ. right? Okay. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ let the movie become very much a big success. Thank you so Thank much. you for spending time with us. Thank you. Thank you so much. Thank you.